ഗൈസ്, ഇന്നൊരു ഈവനിങ് വീഡിയോ ആയിരുന്നു. ഉച്ചയ്ക്ക് തന്നെ നല്ല മഴയായിരുന്നു. ഉച്ച ഞാൻ സുഖമായിട്ട് ഉറങ്ങി. പിന്നെ 4 മണിയായപ്പോ ഞാൻ വേഗം എണീറ്റു. പിന്നെ കുറച്ചു നേരം മുറ്റത്ത് പോയിരുന്നു. മഴയൊക്കെ മാറിയിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ ചെന്നിരുന്നു. പിന്നെ എന്തൊക്കെ ആലോചിച്ചോണ്ടിരുന്നു. പിന്നെ അവൻ കാപ്പിയൊക്കെ അകത്ത് പോയി ഉണ്ടാക്കിക്കൊണ്ട് വരുമായിരുന്നു. പിന്നെ ഞാൻ ആ മുഖമൊക്കെ കഴുകി തോർത്തൊക്കെ എടുത്ത് തുടച്ചു. അപ്പൊ ഞാൻ മുഖമൊക്കെ നല്ലോണം വെറുതായിട്ട് തുടച്ചിട്ട് കാപ്പി കുടിക്കാൻ പോയി. ഞാനും അനിയും കൂടി കാപ്പിയൊക്കെ കുടിച്ച് കുറച്ചു നേരം വർത്താനമൊക്കെ പറഞ്ഞോണ്ടിരുന്നു. പിന്നെ 6 മണിയൊക്കെ ആയപ്പോഴത്തേക്കും അമ്മ പറഞ്ഞ കുളിക്കാൻ പൊക്കോളാം. അങ്ങനെ ഞാൻ കുളിക്കാൻ പോയി. പെട്ടെന്ന് കുളിച്ചൊന്ന് ഡ്രസ്സൊക്കെ എടുത്തിട്ടു. പിന്നെ അനിയും കൂടി ഞാൻ ഡ്രസ്സൊക്കെ ഇടിയിപ്പിച്ചു. പിന്നെ ഞാൻ അത് കഴിഞ്ഞ് പൗഡറൊക്കെ ഇട്ടു. പിന്നെ അനിയും കൂടി എന്തേലും പൗഡർ മേടിച്ചുകൊണ്ട് പോയി. അതിന് നേരം ഞാൻ അപ്പോഴത്തേക്ക് മുടിയൊക്കെ ചീഞ്ഞ് സുന്ദരിയായി, പൊട്ടൊക്കെ തൊട്ട്. പിന്നെ ഞങ്ങൾ എടുത്ത സാധനങ്ങളെല്ലാം എടുത്ത അലമാര എടുത്ത് വെച്ചു. പിന്നെ അലമാരയൊക്കെ അടച്ച് പൂട്ടി എങ്ങനെ നീറ്റായിട്ട് നമ്മൾ ചെയ്തു. അപ്പൊ വിളക്ക് അധികം നേരമായിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ കിണ്ടി എടുത്ത് വെള്ളം എടുക്കാൻ പോയി. അപ്പോഴത്തേക്കും അനിയൻകുട്ടന്റെ പൂവൊക്കെ പറിച്ച് കൊണ്ടുവച്ചു. അപ്പോഴത്തേക്കും ഞാൻ വെള്ളമായിട്ട് വന്നായിരുന്നു. അവധിയുള്ള ദിവസം ഞാനാണ് അമ്മേനെ വിളക്ക് വയ്ക്കാൻ ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പൊ അമ്മയാണ് വിളക്ക് കത്തിച്ച്. അമ്മ പറഞ്ഞു, മോള് കൊച്ചു കുട്ടിയല്ലേ, ഇപ്പൊ തീക്കകത്തൊന്നും കളിക്കണ്ട, കുറച്ചും കൂടെ വെളിയായിട്ട് ചെയ്താൽ മതി. പിന്നെ ദേവത്തിനോട് പ്രാർത്ഥിച്ചു. അനിയമാവ വെളിയിൽ നിന്ന് കളിക്കുമായിരുന്നു. അതുകൊണ്ട് അവൻ ഇങ്ങോട്ട് വന്നില്ല. അങ്ങനെ ഞാൻ ദേവത്തിനോടൊക്കെ പ്രാർത്ഥിച്ച് സാമ്പാനത്തിലേക്ക് കുത്തി വെച്ചു. പിന്നെ അമ്മ എനിക്ക് ആദ്യമേ ചന്ദനം തൊട്ട് വന്നു. പിന്നെ അനിയവാവയ്ക്ക് ഞാൻ ചന്ദനം തൊട്ട് കൊടുത്തു. അപ്പൊ സൈക്കിൾ ചവിട്ടാൻ പോയപ്പോഴത്തേക്കും മഴ പെയ്തു. പിന്നെ ഓർത്തു സ്കൂളിൽ നിന്ന് ഡയറി കിട്ടി. അപ്പൊ അമ്മ ഡയറി എനിക്ക് പൊതിഞ്ഞു തന്നു. പിന്നെ ഞാൻ നെയ്സിൽ പൊട്ടിച്ച് പേരൊക്കെ എഴുതി. ഞാൻ പേര് എഴുതിയത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ കമന്റ് ചെയ്യണേ. ഇപ്പൊ നാളെ മൺഡേ അല്ലേ, അപ്പൊ നാളെ സ്കൂളിൽ പോണല്ലോ. അങ്ങനെ ഞാൻ ട്യൂഷൻ ബാഗിലായിരുന്നു എന്റെ സ്കൂൾ ബുക്കൊക്കെ ഇരുന്ന്. പിന്നെ സ്കൂൾ ബാഗിലേക്ക് ബുക്കെല്ലാം എടുത്ത് വെച്ചു. പിന്നെ ഞാൻ ചോറിനാ പോയി. പിന്നെ ഞങ്ങൾ എന്തെങ്കിലും കളർ അടിക്കാൻ നേരത്ത് അമ്മ ഞങ്ങൾക്ക് ചോറൊക്കെ വാരി തന്നു. പിന്നെ സ്കൂളിൽ പോകുള്ളതുകൊണ്ട് ഞാൻ നേരത്തെ കടന്നു. അപ്പൊ ഇത്രയുള്ള വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ബൈ.